Every night, every day, how about every lifetime? Yeah, I know what they say, and that's fine, 'cause I'm here to stay, through the good and the bad times. Baby, save me a space in your mind. Yeah. Call me crazy, and people saying that we move too fast, but I've been waiting for a reason. There ain't no turning back. 'Cause you show me something I can't live without. I believe, I believe, I believe when you hold me, it's like heaven coming down. I believe, I believe, I believe that you show me, that you show me. Everywhere that I go, feeling you all around me. Now that I got you close, I'm alright. Baby, I didn't know, but I'm glad that you found me, 'cause I'm seeing the most in your eyes. Oh yeah, yeah. Call me crazy, people saying that we move too fast, so fast, but I've been waiting for a reason. Ain't no turning back. 'Cause you show me something I can't live without. Oh yeah. And I believe, I believe, I believe when you hold me, it's like heaven coming down. Yeah, yeah. And I believe, I believe, I believe that you show me, you show me, that you show me. ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന അങ്ങയോട് അപേക്ഷിക്കുവാൻ, അങ്ങയുടെ തിരസ്ഥിതിയിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാട്ടിലെ വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു തീരുമാനം, സഭയുടെ തീരുമാനങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഉന്നതിയിലും വളർച്ചയിലും താങ്ങും തണലുമായി നിൽക്കേണ്ടതും അവൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന ഈ സമയം, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഈ മകന് മധുരം കൊടുക്കുവാനായിട്ട് നിങ്ങളേവരുടെയും അനുവാദം ചോദിച്ചുകൊണ്ട് പയ്യന് മധുരം കൊടുക്കട്ടെ, പയ്യന് മധുരം കൊടുക്കട്ടെ, പയ്യന് മധുരം കൊടുക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുമായി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സൃഷ്ടികരണത്തിൽ പങ്കുചേരുവാനായി അങ്ങ് സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയെ സ്വീകരിക്കുവാനായി ഇറങ്ങുന്ന ഈ മകനെ അങ്ങയുടെ ആശീർവാദാനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഇന്ന് നടക്കുവാൻ പോകുന്ന പാവനമായ കർമ്മത്തെ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ച് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം അവസാനം വരെ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ വേണ്ട ശക്തിയും ആത്മാവിന്റെ പ്രകാശവും ഇവനിൽ വന്നു നിറയുവാൻ കനിയണമേ. കനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കി സഹായിച്ചതുപോലെ യേശുവേ, ഈ വിവാഹ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യ ശക്തി ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമേ. ഇവന് ജന്മം നൽകി വളർത്തി പരിപാലിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വായന അധ്യായം 8. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ.
ഇവളോടൊത്ത് വാർദ്ധക്യകാലത്ത് എത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ കുടുംബത്തെ സ്ഥാപിച്ച വത്സല പിതാവേ, കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരുടെ കല്യാണം വീട്ടിൽ കടന്നു എന്ന കരുണാമയനായ കർത്താവേ, ഇന്നത്തെ എല്ലാ പരിപാടികളിലും അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധത്തിലൂടെ ഇവർ ഏറ്റെടുക്കുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കുദാശയിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന യേശുവേ, ഈ കുദാശ വഴി ഇവരിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഈ മകനെ അങ്ങയുടെ സ്നേഹത്താലും നന്മയാലും നിറയ്ക്കണമേ. മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ പരസ്പരം പങ്കുവെച്ച് സമാധാനത്തിൽ ജീവിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ നടത്തിയ വിവാഹ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലും ആഘോഷ പരിപാടികളിലും പങ്കുകൊള്ളുവാൻ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നുവന്ന ഏവരെയും അവിടുന്ന് കരങ്ങൾ നീട്ടി ആശീർവദിക്കണമേ. ആമേൻ. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for.
ഇവരെ നമുക്ക് ഇരുവരെയും നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം കണ്ണോരടച്ച് കരങ്ങൾ കൂപ്പി ഡിബിനെയും അൽമയെയും അവരെ വളർത്തിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ആവശ്യം നേരത്തെ സഹായിക്കാനായി സുഹൃത്തുക്കളെയും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. തിരുവുള്ളപാലകനായ മാധ്യസ്ഥത്തിലായി നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാം. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പിതാവായ ദൈവത്തിന് ഈ ബലി നമുക്ക് ഒന്നു ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ യുവധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്നു കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യം പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും.
നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഭവിക്കാൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ ചില വിശുദ്ധ നമുക്ക് മാതൃദീപമാണ്. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാരായണൻ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവൾ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അൽമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അൽമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഡിബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണല്ലോ. ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി
നൽകട്ടെ. ഇതുവരുടെ വിശുദ്ധ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ ശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശക്തിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രസന്നവധനന് നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടാകട്ടെ.
എൻ്റെ നാവിൽ ചേർന്നലിയുന്ന യേശുവേ, നിറസ്നേഹമായെൻ്റെ ഹൃത്തിൽ എന്നും വളരേണമേ അങ്ങു നാഥ. നിറസ്നേഹമായെൻ്റെ ഹൃത്തിൽ എന്നും വളരേണമേ അങ്ങു നാഥ. തിരുവോസ്തിയായ എൻ്റെ നാവിൽ ചേർന്നലിയുന്ന യേശുവേ, ആകാശം ഭൂമിയിൽ ആരാധനയ്ക്കേറ്റം യോഗ്യതയുള്ളവനേ, അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുവിൻ. തന്മഷമെല്ലാം അകറ്റി നീ എന്നെ നന്മകളാൽ നിറയ്ക്കൂ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിലെ കാത്തുകൊള്ളണം. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലൊരു ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതികളായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ
സമാധാനത്തെ കുറിച്ച് എന്റെ മഹാബോധത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിക്കാതെ അവരുടെ നിന്റെ കാരണത്തെ കുറിച്ച് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ. പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ. ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ, നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം. ഇണനീയും ഞാനും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി. പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ. ഒരു സ്വർണ്ണമീനുള്ളിൽ തിരതുള്ളും പോലെന്റെ പ്രിയനെ കനവോ നമ്മൾ കാണും. ഒരു കുഞ്ഞിപ്രാവുള്ളിൽ കുറുകുമ്പോൾ ഈ നെഞ്ചിൽ നിറയാൻ ഒഴുകാനവതോ മധുവോ. ഉയിരാകെ ഉയിരാകെ നീ ഉടലേൽക്കും പൂവേ. ഇമതെല്ലും മാറാതെ ഞാനേ. പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ. ചെറുചില്ലക്കൂടൊന്നിൽ പിറവിക്കായി നോമ്പേൽക്കാം നറുനെൽ. അടുത്തതായി നമുക്ക് ഇവരുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുന്നതോടൊപ്പം അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡിബിന്റെ അപ്പച്ചൻ ഡേവിസ് തിരുമൽ, അമ്മ ബേബി ഡേവിസ്, സഹോദരി ഡിൻഡ, സഹോദരിയുടെ ഭർത്താവ് അനു, മക്കളായ എൽറോയ്, എൽറിയ, ബ്ലെസൻ എന്നിവരെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അൽമയുടെ അപ്പച്ചൻ തോമസ് തലക്കോടൻ, അമ്മ ഷേളി തോമസ്, സഹോദരി അൽന, ഭർത്താവ് ജിൻഡോ, വിദേശത്തുള്ള സഹോദരൻ അഖിലിനെയും ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച ദീപമേ, ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ നിന്റെ സ്നേഹമേ, നിന്നെ സ്തുതി
வருவேன்
മറുപാതിയായെന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാൻ നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ എന്നുയരുമല്ലേ നമ്മളിണ പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറുചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ നീലമിഴിക്കൊണ്ടു നീ മെല്ലെ മൊഴിയുന്നുവോ നിന്നിലൊരു തെന്നലായി താനേ ഇതാ. നീലമിഴിക്കൊണ്ടു നീ മെല്ലെ മൊഴിയുന്നുവോ നിന്നിലൊരു തെന്നലായി ഹലമത്തെ ഹബീബു ഹലമത്തെ ഹബീബ് വന്താലെ ഹലമത്തെ ഹബീബു ഹലമത്തെ ഹബീബു
മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നും നീ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ സങ്കടങ്ങളിൽ ആശ്വാസം ചെയ്യണമേ, സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിയത്തിന്റെ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, വിശുദ്ധ മർഗരീത മറിയമേ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥാ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തു നിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ. പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ.
സ്നേഹ സ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ അവയിലൊഴുകുമഴകിൽ ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള നുരകളിളകും ഗാനരസന നീയും ഞാനും ഉണ്ടോ എന്നോമൽ പെണ്ണെ പൊട്ട് തൊട്ട പൗർണമി